നമസ്കാരം. സ്വർണ്ണപ്പണയ വായ്പ സാധാരണക്കാരന് പ്രാപ്തമാകുന്ന നിലയിൽ കൂടുതൽ ഉദാരമാക്കുന്നതിന് പകരം നിബന്ധനകൾ കർശനമാക്കുന്ന RBI നടപടിയിൽ വ്യാപക പ്രതിഷേധം. സ്വർണ്ണപ്പണയ വായ്പകളിൽ കടുത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ RBI നീക്കമിടുകയാണ്. പലിശയടക്കം വായ്പാ തുക പൂർണ്ണമായി അടച്ച ശേഷം വീണ്ടും പുതുക്കി നൽകാവൂ എന്ന RBIയുടെ പുതിയ മാർഗനിർദ്ദേശം കർഷകരടക്കമുള്ള സാധാരണക്കാർക്ക് തിരിച്ചടിയാകും. ഈ നീക്കം സ്വകാര്യ ബാങ്കുകളെയും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നതാണെന്ന് ബെഫി അഖിലേന്ത്യാ പ്രസിഡന്റ് SS അനിൽ ആരോപിച്ചു. പണയം വയ്ക്കുന്ന ആഭരണങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ രസീത് ഹാജരാക്കണമെന്ന നിബന്ധനയും നിലവിൽ വരികയാണ്. തലമുറകളായി കൈമാറ്റം ചെയ്തു കിട്ടിയ ആഭരണം പണയം വെക്കുമ്പോൾ രസീത് ഹാജരാക്കുക പ്രായോഗികമല്ല. സ്വർണ്ണ വായ്പ എടുക്കുന്നവരുടെ തിരിച്ചടവ് ശേഷി പരിശോധിക്കണമെന്നും RBI നിബന്ധനയുണ്ട്. കാർഷിക വായ്പയും നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള അടിയന്തര വായ്പകളും അപേക്ഷയിൽ പറഞ്ഞ ആവശ്യത്തിന് തന്നെയാണ് ഉപയോഗിച്ചതെന്ന് നിരീക്ഷിക്കണം. വായ്പ പൂർണ്ണമായി തിരിച്ചടച്ച ശേഷം 7 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ മാത്രമേ ആഭരണങ്ങൾ തിരികെ നൽകാവൂ. ഇതും വ്യാപക പ്രതിഷേധത്തിന് ഇട നൽകും. ഏറ്റവും സുതാര്യമാണ് സ്വർണ്ണ വായ്പ. സ്വർണ്ണവില ഉയർന്നതോടെ സാധ്യതകളും കൂടി. പൊതുമേഖലാ ബാങ്കുകളെയാണ് സാധാരണക്കാർ കൂടുതലായി ആശ്രയിക്കുന്നത്. വിശ്വാസ്യത കൂടുതൽ കാരണമാണിത്. നിബന്ധനകൾ കൂട്ടുമ്പോൾ സ്വകാര്യ ബാങ്കുകൾക്ക് കൂടുതൽ ഇടപാടുകാരെ കിട്ടും. സ്വർണ്ണം പണയമാകുന്നത് കൊണ്ട് തന്നെ സ്വർണ്ണ വായ്പ നൽകാൻ ബാങ്കുകൾ കൂടുതൽ താല്പര്യം കാട്ടാറുണ്ട്. റിസർവ് ബാങ്കിന്റെ പുതിയ അടിസ്ഥാന പലിശ നിരക്കുകൾ നിശ്ചയിക്കാനുള്ള പണയ സമിതി യോഗം തുടങ്ങി. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര അധ്യക്ഷനായ യോഗത്തിന്റെ തീരുമാനം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയുടെ പലിശ നിരക്കായ റിപ്പോ 0.25 മുതൽ 0.5% വരെ കുറച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 2 MPC യോഗത്തിലും റിപ്പോ നിരക്ക് 0.2% വീതം കുറച്ചു. നിലവിൽ നിരക്ക് 6%. റിപ്പോ നിരക്ക് കുറയുമ്പോൾ ബാങ്കുകൾ വായ്പാ പലിശ നിരക്ക് കുറയ്ക്കുന്നത് വായ്പ എടുത്തവർക്ക് ആശ്വാസമാകും. ഫ്ലോട്ടിംഗ് നിരക്കിലുള്ള വായ്പകളുടെ പലിശ നിരക്കിലും കുറവ് വരും. ബാങ്കുകൾ ഇതിനനുസരിച്ച് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് കുറയ്ക്കാറുണ്ട്. ഇത് നിക്ഷേപ പലിശ കുറയ്ക്കും.